തമിഴ്നാട്ടിലെ കൊടൈക്കനാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 3.5 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തിച്ചേരുന്ന സ്ഥലമാണ് നാട്ടാമ്പട്ടി എന്ന് പറയുന്ന വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു ഗ്രാമം. ഇതൊരു തമിഴ് ആദിവാസി ഗ്രാമമാണ്. അവിടെയാണ് ഇപ്പം ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ എനിക്ക് താമസിക്കാനുള്ള ശശിയേട്ടൻ്റെ മഡ് ഹൗസിൽ എത്തിച്ചേരാൻ പറ്റും. നമുക്ക് ആ മഡ് ഹൗസ് കാഴ്ചകൾ കാണാം. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് പൂലൂരാണ് കേട്ടോ. പൂലൂർ എന്ന് പറഞ്ഞാൽ കൊടൈക്കനാൽ നിന്നൊരു 2.5-3 മണിക്കൂർ യാത്രയുണ്ട്. 3 മണിക്കൂർ യാത്ര ചെയ്ത് ഒരുപാട് ഗ്രാമങ്ങളൊക്കെ അതൊക്കെ ആ വാഹനത്തിൽ നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. തട്ടായ കൃഷിഭൂമികൾ അടിപൊളിയായിരുന്നു. ആ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. മന്നവന്നൂർ, അതുപോലെ തന്നെ പൂണ്ടി, ക്ലാവർ, ആ ഒരു ഗ്രാമങ്ങൾ കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങെത്തി. ഇവിടെ എത്തിയപ്പോൾ ഉള്ള ഞാൻ താമസിക്കുന്ന ഈ മുറി കണ്ടില്ലേ നിങ്ങൾ? ആ മുറി തികച്ചും ഇതൊരു മഡ് ഹൗസാണ് കേട്ടോ. ചെളിയെ തൂത്തിട്ടുള്ള, ഈറ്റയിലൊക്കെ തൂത്തിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൻ്റെ മേൽഭാഗം എന്ന് പറയുന്നത് ഈ മരത്തിൻ്റെ കമ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഈ ചുമര് ചളിയെ തൂത്ത് ഈറ്റയും ചളിയും തൂത്തിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള മിശ്രിതമാണ്. ഇതിവിടെ ഈ തമിഴ്നാട് ഗ്രാമങ്ങളിൽ പഴയ കാലത്തുള്ള ഒരു കെട്ടിട നിർമ്മാണ രീതിയാണ്. വട്ടവടയിലൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവം. ഇതിൻ്റെ ഫ്ലോറും അങ്ങനെ, ഇതിന് ഇണങ്ങുന്ന ഫ്ലോറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാത്റൂമൊക്കെ അടിപൊളി ബാത്റൂമാണ്. നല്ല ഒരു മിറർ വെച്ചിട്ടുണ്ട്, നല്ല കണ്ണാടി ഇവിടെ വെച്ചിട്ടുണ്ട്. ചുറ്റും നല്ല ഈ റൂമിലേക്ക് നല്ല എയർ സർക്യൂട്ട് കിട്ടാൻ തക്കവണ്ണം ജനലുകൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇരിക്കാൻ ടേബിളുകളുണ്ട്. പിന്നെ നല്ല 2 കട്ടിലുണ്ട് കേട്ടോ. ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാവുന്ന കട്ടിൽ, കൂടാതെ ഒരു സിംഗിൾ കട്ടിൽ വേറെ ഇട്ടിട്ടുണ്ട്. അടിപൊളി സൗകര്യം. പിന്നെ കറണ്ട് ചാർജ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെയുണ്ട്. പിന്നെ ഭക്ഷണം ഇവിടെ നല്ല അടുക്കളയുണ്ട്, നല്ല പാചകക്കാരുണ്ട്. ശശിയേട്ടൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ നിന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരികയാണ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ വരുമ്പോൾ തന്നെ എന്നെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു പയ്യൻ വന്നിരുന്നു. അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ തന്നെ ചായയും സംഗതികളും ഒക്കെ തന്നിരുന്നു. രാത്രി നല്ല ഫുഡായിരുന്നു. ചപ്പാത്തിയും ചിക്കനും ഒക്കെ കൂട്ടിയിട്ടുള്ള. വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിറ്റേറിയനും കിട്ടും കേട്ടോ. നല്ലൊരു ഗ്രാമ അന്തരീക്ഷത്തിൽ നമുക്ക് 1 ദിവസം 2 ദിവസമോ 3 ദിവസമോ കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ആ ഒരു ലൈഫിൻ്റെ ഒരു ശാന്തതയോ ഒക്കെ കിട്ടാൻ, ആ ബഹളങ്ങൾ, നഗരത്തിലെ ആ ഒരു ബഹളങ്ങളിൽ നിന്നൊക്കെ അല്ലേ നമ്മൾ, ജീവിതം ഭയങ്കര തിരക്കാണ്. അതിൽ നിന്നൊക്കെ വിട്ട് നിന്നിട്ട് 1-2 ദിവസം ഇവിടെ ഒന്ന് താമസിച്ചാൽ നല്ല രസമാണ്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്നെ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പിന്നെ ഫോൺ നമ്പർ ഇടാം, ശശിയേട്ടൻ്റെ ഫോൺ നമ്പർ ഇടാം. അത് നിങ്ങൾ വിളിച്ചിട്ട് വന്നാൽ മതി. പ്രത്യേകിച്ച് ഈ സാറ്റർഡേ സൺഡേ ഒഴിവാക്കുകയാണ് നന്നാവുക. അന്ന് ധാരാളം ഗസ്റ്റുകൾ ഉണ്ടാവും. നമുക്ക് അത് സാറ്റർഡേയും സൺഡേ ഒഴിവാക്കി വർക്കിംഗ് ഡേയിൽ നമുക്ക് വരാൻ കഴിയുമെങ്കിൽ വളരെ നല്ലതാണ്. സാറ്റർഡേ സൺഡേ ആണ് ഇച്ചിരി നേരത്തെ നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ മാത്രമേ ഇവിടെ നമുക്ക് ഒഴിവുണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഏതായാലും കൊടൈക്കനാലിൻ്റെ ആ നാഗരികമായിട്ടുള്ള ആ ഒരു ടൂറിസത്തിൻ്റെ, ഇപ്പോൾ ഗുണ കേവിലൊക്കെ ഭയങ്കരമായിട്ടുള്ള തിരക്കാണ്. അത് വിട്ടിട്ട് ഇതിൻ്റെ ഉൾപ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയൊരു കാഴ്ചകളുണ്ട്, മനുഷ്യരുടെ ജീവിതങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ യാത്ര നിങ്ങൾക്ക് നന്നായിട്ട് സഹായിക്കും. ഓക്കെ, താങ്ക് യു.